ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് പട്ടാപ്പകലിലെ പങ്കുണി വെയിലിലെ എൻഗേജ്മെന്റുകളോ തപ്പിയിട്ടാണ് നമ്മൾ പോകുന്നത്. എൻഗേജ്മെന്റുകളോ തപ്പുക എന്ന് പറയുമ്പോൾ ഇപ്പം നിങ്ങളൊന്ന് കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടാവും. എൻഗേജ്മെന്റുകളോ തപ്പി പോകുകയെന്ന്. അതെ ഗൈസ്, നമ്മളൊരു എൻഗേജ്മെന്റ് ഗ്ലോ തപ്പിയിട്ടാണ് പോകുന്നത്. വേറെ ആർക്കല്ല, നമ്മുടെ ശിശുവിന് വേണ്ടിയിട്ട്. ഫൈനലി നമ്മുടെ ശിശു എൻഗേജ്ഡ് ആവാൻ പോവുകയാണ് ഗൈസ്. ഓഫീസിലെ ഡോഗ് വർക്ക് കാരണം കൊണ്ട് തന്നെ എല്ലാവരും ഉണങ്ങി കടിച്ച് ചൊക്കത്തടിച്ചാണ് ഇരിക്കുന്നത്. അപ്പൊ ഇനി വെയിറ്റ് ആക്കിയിരിക്കാൻ അധികം സമയമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ നേരെ വന്നത് MKയിലേക്ക് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനാണ് കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും കോസ്മെറ്റിക് ഐറ്റംസ്, മേക്കപ്പ് സാധനങ്ങൾ, സ്കിൻ കെയർ ഒക്കെയാണെന്ന്. പക്ഷെ അതല്ല. 3 ആഴ്ച മുന്നേ ഞാനൊരു ഡയറ്റിന്റെ ഭാഗമായിട്ട് ഇവിടെ വിസിറ്റ് ചെയ്തിരുന്നു. ഞാനും ഡയറ്റിലാണ് ഗൈസ്. ശിശു അത് ഫോളോ ചെയ്യാൻ വേണ്ടി പോവാണ്. എക്സ്റ്റേണലിന് പുറമേ നമുക്ക് ഇന്റേണലും വേണമല്ലോ. അങ്ങനെ നമ്മൾ ആദ്യം എടുക്കാൻ പോകുന്നത് ഓട്സ് ആണ്. പ്രോട്ടീൻ ഓട്സ് ആണ് കേട്ടോ മേടിക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ വാങ്ങിയത് ഈ ഒരു ഓട്സ് ആയിരുന്നു. അപ്പോൾ ഇവൾക്കും അത് തന്നെ വാങ്ങാമെന്ന് വിചാരിച്ച്. നോട്ട് ദ പോയിന്റ്, നമ്മളെപ്പോഴും റേറ്റും കൂടെ നോക്കണം. അങ്ങനെ ബ്രൂസ്ലീനെയും മ്യൂസ്ലീനും ഒക്കെ എടുത്തിട്ടു കേട്ടോ കൊട്ടയിൽ. നിങ്ങൾ ആദ്യം വിചാരിച്ചത് ഉന്തിക്കൊണ്ടുപോകുന്ന ആ ഒരു ട്രോളി പിടിക്കാമെന്നാണ്. പിന്നെ നിങ്ങൾ വിചാരിച്ചു വേണ്ട, അതിന് മാത്രം സാധനങ്ങളൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഇനി നമ്മൾ തേടി പോകുന്നത് യോഗേർട്ടാണ് ഗൈസ്. തൈരും മോരും പാലും ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് വേണ്ടത് യോഗേർട്ടാണ് കേട്ടോ. 1 2 3 4 5 ഇതിനൊന്നൊരു അവസാനം ഇല്ലേ. ഫൈനലി നമ്മൾ യോഗേർട്ടിന്റെ സെക്ഷനിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് വിചാരിച്ചപ്പോൾ അതല്ല, അപ്പുറത്താണ് നമ്മുടെ യോഗേർട്ട് ഇരിക്കുന്നത് കേട്ടോ. അപ്പം ഇവിടെ വന്നപ്പോൾ മിൽക്കി മിസ്റ്റിൻ്റെ ആണെന്ന് തോന്നുന്നു. ഏതാണോ ഒരു ഫ്ലേവേർഡ് ആയിട്ടുള്ള യോഗേർട്ടും ഉണ്ട്, പ്ലെയിൻ യോഗേർട്ടും ഉണ്ട്. നമുക്ക് വേണ്ടത് പ്ലെയിൻ യോഗേർട്ടാണ് കേട്ടോ. ഇത് ഏത് ബ്രാൻഡിൻ്റെ ആണ്? അത് ഇതേതോ ഒരു ക്രാംബറിയാ അങ്ങനെ എന്തോ ഒരു ബ്രാൻഡിൻ്റെ ഒരു യോഗേർട്ടാണ് കേട്ടോ. പക്ഷെ ഇത് കണ്ടിട്ട് എനിക്കെന്തോ തൃപ്തി തോന്നിയില്ല, ശിശുവിനും തൃപ്തി തോന്നിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ ഗ്രീക്ക് യോഗേർട്ട് തന്നെ മേടിക്കാമെന്ന്, മിൽക്കി മിസ്റ്റിൻ്റെ. ഇത് ഫ്ലേവേർഡാണ് കേട്ടോ. നമുക്ക് ഫ്ലേവേഴ്സ് ഇല്ലാത്തതാണ് വേണ്ടത്, പ്ലെയിൻ യോഗേർട്ടാണ് വേണ്ടത് കേട്ടോ. ഞാനും ഈ ഒരു പ്ലെയിൻ യോഗേർട്ട് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. സംഭവം നൈസാണ്. ഇത് 700 ഗ്രാമിൻ്റെ അത്യാവശ്യം വലുപ്പമുള്ളൊരു ബോട്ടിലാണ് കേട്ടോ. അങ്ങനെ അതൊന്ന് നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട ഫ്രൂട്ട്സ് മേടിക്കണം, അതുപോലെ 2-3 വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ മേടിക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ, MKയുടെ തന്നെ ഉള്ളിൽ തന്നെ നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ മേടിക്കാനുള്ള ഒരു സ്ഥലം കൂടെ ഉണ്ട്. അവിടെ തന്നെ ഫ്രൂട്ട്സും ഒരുമിച്ചാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചു ഒരു ബോക്സ് സ്ട്രോബെറി മേടിച്ചാലോ എന്ന് വെച്ചു. നോക്കുമ്പോൾ സ്ട്രോബെറി ഒക്കെ ഈ കരിഞ്ഞു വാടിയിട്ടാണ് കുത്തിരിക്കണത്, ഞെക്കി പിഴിഞ്ഞ പോലെ ഉണ്ട്. അതുകൊണ്ട് നമ്മളത് എടുത്തില്ല. നമ്മൾ റോബസ്റ്റ് നോക്കിയിട്ടാണ്. റോബസ്റ്റ് നോക്കിയപ്പോൾ പഴുത്തതൊക്കെ കുറച്ച് കുറവായിരുന്നു. എനിക്കാണെങ്കിൽ എടുക്കാനും കിട്ടുന്നുണ്ടായില്ല. അങ്ങനെ ഞാനത് എടുത്തിട്ടപ്പോഴാണ് ആലോചിച്ചത്, നമുക്കിത് VKG പുറത്തെ കടയിൽ 40 രൂപയ്ക്ക് കിട്ടും കിലോന്. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ 52 55 കൊണ്ടാണ്. അപ്പോൾ അത് നമ്മൾ മാറ്റി വെച്ച് തൊട്ടപ്പുറത്ത് തന്നെയാണ് VKGയിലോ. അപ്പോൾ അവിടെ നിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ക്യാരറ്റും ഇതുപോലെ തന്നെ നോക്കിയായിരുന്നു. ക്യാരറ്റിനും അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുത്തതൊക്കെ അതുപോലെ തന്നെ വെച്ചു. ഈ ബുദ്ധി എടുത്തതിന് ശേഷമായിട്ട് തോന്നുന്നത്. പിന്നെ നമ്മൾ മധുരക്കിഴങ്ങ് നോക്കാൻ വേണ്ടി വന്നപ്പോൾ അതൊക്കെ ഒരു മാതിരി വെണ്ണീറിൽ വീണ പോലെ ഇരിക്കണം, ഒരു ഇല്ല കാണാൻ. പിന്നെ നമ്മൾ ലിസ്റ്റ് നോക്കുകയാണ്. ലിസ്റ്റിൽ ഉള്ള സാധനങ്ങളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തോ, ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ മേടിക്കാനെന്നൊക്കെ നോക്കുകയാണ്. അങ്ങനെ നമ്മൾ അനാറ് മേടിച്ച് നല്ലത് നോക്കിയിട്ട് ഒരു 2-3 എണ്ണം എടുത്തു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അനാറ് വന്ന് മേടിച്ച് നോക്കിയപ്പോൾ പൊളിച്ച് നോക്കിയപ്പോൾ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെള്ളാമ്പിച്ചിരിക്കണം, റെഡ് കളറ് കുറവായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയിട്ടാണ് കേട്ടോ എടുത്തത്. എങ്ങനെ നോക്കിയാലും വരും, ഇതെന്തോ ഒരു സീസൺ അല്ലാന്ന് തോന്നുന്നു. ഡേറ്റ്സ് മേടിക്കാൻ വേണ്ടി പോയപ്പോൾ ഉണ്ട് അതിന് നല്ല തീ വില. അപ്പോൾ നമ്മൾ സോനയിൽ നിന്ന് മേടിക്കാൻ വിചാരിച്ച്. പിന്നെ ബ്രൊക്കോളി നോക്കിയെങ്കിലും ബ്രൊക്കോളിയും ഇതുപോലെ തന്നെ ഒരു സുഖമില്ലായിരിക്കുന്നത് കാണുമ്പോൾ. അപ്പോൾ അത് മേടിച്ചില്ല. പിന്നെ ഞാൻ സ്വീറ്റ് കോൺ മേടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അവളോട് ചോദിച്ചു സ്വീറ്റ് കോൺ വേണോ, നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു അന്ന് അതെടുത്തോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് നോക്കി എടുക്കുകയാണ്. ഇവിടെ പിന്നെ എല്ലാത്തിനും റേറ്റ് കൂടുതലാണ് കേട്ടോ. സൂപ്പർ മാർക്കറ്റ് ആയതുകൊണ്ടാണ്. പിന്നെ നമ്മളിങ്ങനെ തിരഞ്ഞു പിടിച്ച് നമ്മുടെ ഇഷ്ടത്തിന് ഇങ്ങനെ എടുക്കാമല്ലോ. അപ്പോൾ പിന്നെ ആ സർവീസ് അങ്ങനെയാണല്ലോ. അപ്പോൾ നമ്മൾ മേടിച്ച സാധനങ്ങളൊക്കെ വെച്ചു. നമ്മൾ പാരക്കയും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇനി നമ്മൾ ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇവിടുന്ന് നമുക്ക് പാക്ക് ചെയ്തിട്ട് പ്രൈസ് അവർ ഒട്ടിച്ചിട്ട് തരും, ടാഗ് ഒട്ടിച്ചിട്ട് തരും. നമ്മളവിടെ ബില്ലിംഗ് കൗണ്ടറിൽ പോയിട്ട് അവിടെ പോയിട്ട് വേണം നമ്മളതൊക്കെ ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരിക ലാസ്റ്റിൽ വരുന്ന കൗണ്ടറിലാണ് കേട്ടോ. അങ്ങനെ ശിശു ഇങ്ങനെ കൊട്ടയും താങ്ങി പിടിച്ച് നിൽക്കുന്നു. ഞാനിങ്ങനെ എടുത്തു വെച്ച് കൊടുക്കണു, പർച്ചേസ് ചെയ്ത് കൊടുക്കുന്നു. സെലക്ടിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഏകദേശം പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടി പോകേണ്ടത് ഇനി ബില്ല് ചെയ്യാനുള്ള സ്ഥലത്ത് വന്നിട്ട് നമുക്കിനി ബില്ല് ചെയ്യണം. അപ്പോൾ ആ ഒരു കാര്യങ്ങളാണ് ചെയ്യുന്ന. സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് കൊടുത്തു. ഇനി നമുക്ക് ഇവിടുത്തെ ഒരു ബില്ലിങ്ങും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പോവാം.
അത് കഴിഞ്ഞ് നമ്മൾ നേരെ എത്തിയത് VKG-യിലാണ് കേട്ടോ. VKG-യിൽ അവിടുത്തേനെക്കാട്ടിയും കുറച്ച് റേറ്റ് കുറവാണ് നമുക്കിവിടെ ക്യാരറ്റിന് വരുന്നത്. അപ്പോൾ ആ ഒരു ക്യാരറ്റ് നമുക്ക് അത്യാവശ്യം വേണ്ടത് എടുത്തു. ഈ കൊട്ട എന്ന് പറയുന്നത്, കൊട്ട നിങ്ങൾ നോക്കണ്ട, ഇവിടുത്തെ കൊട്ടൊക്കെ എങ്ങനെയാണ്. അപ്പോൾ ഒരു 4-5 ക്യാരറ്റ് നമ്മളെടുത്ത്, അതുപോലെ തന്നെ ബീട്രൂട്ടിന് ഭയങ്കര വലിപ്പം കുറവാട്ടോ, കുട്ടി കുട്ടി ബീട്രൂട്ടാണ്. അപ്പോൾ അതും വാങ്ങി, പിന്നെ 1/2 കിലോ പഴവും വാങ്ങി. അത് നമ്മൾ ഫുഡും കൂടെ മേടിച്ചിട്ട്, നമുക്ക് കഴിക്കാനുള്ള ഫുഡും കൂടെ മേടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച്. ഫുഡൊന്നും രണ്ടുപേരും കൊടുന്നിട്ടില്ല. അപ്പോൾ കുടുംബശ്രീ ഹോട്ടലിൽ നിന്ന് ഫുഡ് മേടിക്കാൻ വിചാരിച്ചപ്പോൾ അവിടെ രണ്ടോടത്തും അടച്ചിട്ടിരിക്കുകയാണ്, എന്താണെന്നറിയില്ല. അപ്പോൾ നമ്മൾ നേരെ വന്നത് സോനയിലേക്കാണ്. ഇനി ഇവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സും നട്ട്സൊക്കെ ഫ്രൂട്ട്സ് അല്ല, ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ട് മേടിക്കണം എന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വാങ്ങിയത് ചിയാ സീഡ്, കാഷ്യൂനട്ട്, സൺഫ്ലവർ സീഡ്, അതുപോലെ തന്നെ കറുത്ത മുന്തിരി, ഇതൊക്കെ മേടിച്ചിട്ടാ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടുള്ള ഒരു ഹെൽത്തി ഡയറ്റ് പ്ലാനൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെയോ വാട്ട ഈറ്റ് ഇൻ എ ഡേ പോലെയൊക്കെ ചെയ്യാം. അപ്പോൾ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.